നസീർ, ഈ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ വിഷയം നിയമസഭയിൽ അടക്കം വന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണം കണ്ടു. അതിൽ ഇന്ന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒരുപാട് ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ തീരുമാനമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കഴിഞ്ഞ സർക്കാരിന്റെ പ്രതിനിധികൾ, അന്ന് മന്ത്രിയായിരുന്നവരൊക്കെ ഇന്ന് പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിലും അതേസമയം അതൃപ്തി പുകയുന്ന സാഹചര്യമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് ധനബില്ലിൽ നിന്ന് കൂടി ഒഴിവാക്കണമെന്ന ആവശ്യം VM സുധീരൻ ഉന്നയിച്ചിരിക്കുന്നു. സമൂഹത്തിൽ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ടെന്നും സുധീരൻ തുറന്നടിച്ചു. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. നികുതി ഇളവ് കൈയോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്ന് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. അതിലേക്ക് മുഖ്യമന്ത്രി ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞു. അവസാനം നികുതി കുറയ്ക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് നടപ്പാക്കാതിരുന്നതാണ്. ഈ പച്ചക്കള്ളം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണ്. വളരെ വ്യക്തല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഫയൽ നീക്കം നടന്നത്. അല്ലെങ്കിൽ 3.5 കൊല്ലമായിട്ട് ചത്തുകിടന്ന ഫയൽ ഉയർത്തെഴുന്നേറ്റ് ശരവേഗത്തിൽ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ ഓടി എങ്ങനെയാണ് VD സതീശന്റെ കയ്യിലെത്തുന്നത്? ആരും അറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? പ്രതിപക്ഷം ഇത് കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനും UDF-നും പോലും ഇതറിയാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ നികുതി കുറയ്ക്കുന്നത് മുന്നണി തീരുമാനത്തിനനുസരിച്ചായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ജൂലൈ 1-ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ നികുതി പരിഷ്കാരം ഉൾപ്പെടുത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ തീരുമാനം. അല്ല, അതല്ലല്ലോ ഇന്നലെ മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയല്ലോ. UDF ചേർന്ന് UDF യോഗം ചേർന്ന് മദ്യനയം തീരുമാനിക്കുന്നതോടൊപ്പം ഇതും തീരുമാനിക്കും. അതാണ് UDF ആണല്ലോ തീരുമാനിക്കേണ്ട. ഒരു UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നയങ്ങൾ തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF-ൽ അക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അല്ല, ബാറുകൾ അടയ്ക്കുന്ന പരിപാടി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, നിലവിൽ മദ്യത്തിന്റെ നികുതി ഇളവ്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്, അത് വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുകയാണ്. മുന്നണിക്കകത്ത് UDF-നകത്ത് അത് ചർച്ചയാകുന്നു. പലർക്കും പല അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സമവായത്തിന്റെ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നത്? കടുത്ത വിമർശനം, പ്രതിഷേധങ്ങളൊക്കെ തന്നെ സ്വന്തം പാളയത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. അപ്പോൾ ഏത് രീതിയിലുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കടക്കുന്നത്? പ്രജിൻ, നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ UDF-ന്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴും ഈ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നികുതി ഇളവ് നൽകുന്ന കാര്യം, അതായത് നികുതി ഭേദഗതി അല്ലെങ്കിൽ നികുതി പരിഷ്കാരം 1-ാം തീയതി ജൂലൈ 1-ന് അവതരിപ്പിക്കുന്ന ധനബില്ലിൻ്റെ ഭാഗമാണ്. ആ ധനബില്ല് പാസ്സാകുന്നതോടെ നിയമ ഭേദഗതി അല്ലെങ്കിൽ നികുതി ഭേദഗതി പ്രാബല്യത്തിൽ വരും എന്നതാണ് വസ്തുത. അപ്പോൾ ഈ UDF-ന്റെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയുമ്പോൾ പോലും ഈ നികുതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രി VD സതീശൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നീട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ കൂടി നടപടികളെ ബാക്കിയുള്ളൂ നികുതി ഇളവ് പ്രാബല്യത്തിൽ വരുത്തുന്നതിന്. അപ്പോൾ നികുതി ഇളവിൻ്റെ കാര്യത്തിൽ UDF-നെ കേൾക്കും, കോൺഗ്രസിനെ കേൾക്കും എന്ന് പറയുമ്പോഴും അതിൻ്റെ മറ്റ് നിയമപരവും സാങ്കേതികവുമായ നടപടികളെല്ലാം പൂർത്തിയാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിഷ്കർഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രകടമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇത്തരത്തിലൊരു രീതിയിലേക്ക് പോകരുത് എന്ന ഈ ഇന്നലെ നിയമസഭയിലെ പ്രഖ്യാപനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ധനബില്ലിൽ നിന്ന് ഈ നികുതി ഭേദഗതി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന കാര്യം ഒഴിവാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇന്ന് അതേ സ്വരത്തിലാണ്
KPCCയുടെ മുൻ അധ്യക്ഷനായ VM സുധീരൻ സംസാരിച്ചത്. അപ്പോൾ കോൺഗ്രസിൽ നിന്നും സമാനമായ ആവശ്യം ഉയർന്നു. എങ്കിലും ജൂലൈ 1-ന് ധനബിൽ അവതരിപ്പിക്കുമ്പോൾ ഈ നികുതി ഭേദഗതി കൂടി അതിലുണ്ടാകുമെന്ന നിലപാടിൽ ഉറച്ചാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ വിഷയം നിയമസഭയിലേക്ക് വരുമ്പോഴും ഇതടക്കം UDF തീരുമാനത്തിന് വിടുകയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ലാത്ത ചില നീക്കങ്ങൾ കാണുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഫയൽ നീക്കം, അതിലെ വേഗത, അതുമായി ബന്ധപ്പെട്ടും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതും ആ നിലയിൽ വേണ്ട നിലയിൽ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി വരുമ്പോൾ മുന്നണിക്കുള്ളിൽ ഈ വിഷയം ഇനി ഏത് നിലയിൽ പരിഹരിക്കാൻ മുഖ്യമന്ത്രി കഴിയും എന്നതുകൂടിയില്ലേ? ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടി വരുന്നതിലേക്ക്, മുഖ്യമന്ത്രി മാത്രം മറുപടി പറയേണ്ടി വരുന്നതിലേക്ക് മാറുകയാണോ കാര്യങ്ങൾ? ഇതാ കഴിഞ്ഞ സർക്കാരിന്റെ കൂടി പ്രതികരണം, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിലെ പ്രതിനിധികളുടെ കൂടി പ്രതികരണം വരുന്ന സാഹചര്യത്തിൽ കൂടി ബജറ്റിലെ നികുതിയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ധനവകുപ്പിനാണ്. വകുപ്പുകളുമായി ചർച്ച നടത്തുമെങ്കിലും അത്തരം ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നികുതി ഘടനയിൽ മാറ്റം വരുത്തണമോ വേണ്ടയോ എന്നതൊക്കെ ധനമന്ത്രിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് എന്നതുകൊണ്ട് ഈ നികുതി ഘടനയുടെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി VD സതീശനാണ്. ഈ വിവാദത്തിന് ഉണ്ടായ ബജറ്റ് അവതരണം നടന്നത് ജൂൺ 19-നാണ് ഈ ബജറ്റ് അവതരണം നടന്നത്. ഈ ബജറ്റ് അവതരണം നടന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദത്തിൽ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് മന്ത്രിമാരിൽ നിന്ന് VD സതീശന് കാര്യമായ ഒരു പിന്തുണയും ലഭിച്ചില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. CMBയുടെ പ്രതിനിധിയും ഗതാഗത മന്ത്രിയുമായ CP ജോണും RSPയുടെ മന്ത്രിയായ ഷിബു ബേബി ജോണും മാത്രമാണ് കാര്യമായി ഈ തീരുമാനത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. കോൺഗ്രസ് മന്ത്രിമാരിൽ KM മുരളീധരൻ ചില പ്രതികരണങ്ങൾ നടത്തിയതൊഴിച്ചാൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം അല്ലെങ്കിൽ ബജറ്റിൽ അവതരിപ്പിച്ച പ്രപ്പോസൽ ശരിയായിരുന്നു എന്നൊരു അഭിപ്രായം പ്രകടിപ്പിച്ച് കോൺഗ്രസിലെ ഒരു മന്ത്രി പോലും മുന്നോട്ട് വന്നിട്ടില്ല. മാത്രമല്ല തനിക്ക് ഈ കാര്യത്തിൽ അറിവില്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എക്സൈസ് മന്ത്രി M ലിജു കൈകഴുകുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് മേൽ വന്നു ചേർന്നിരിക്കുന്നു. സാങ്കേതികമായും ഉത്തരവാദിത്തം ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. എങ്കിൽ പോലും രാഷ്ട്രീയമായി അദ്ദേഹം ഈ കാര്യത്തിൽ ഒറ്റപ്പെട്ടു എന്നതാണ് വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.